ഹായ്, ഇന്ന് നമുക്ക് പപ്പായ തോരൻ ഉണ്ടാക്കാം. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. 2 ഉണക്കമുളകും കൂടെ മുറിച്ചിടാം. നമ്മളിവിടെ തോരൻ വയ്ക്കാൻ വേണ്ടി ഒരു പപ്പായ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇതുപോലെ ചെറുതാക്കിയാണ് അരിഞ്ഞിരിക്കുന്നത്, കനം കുറച്ച്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അത് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കിത് മൂടി വെച്ച് 5 മിനിറ്റ് വേവിക്കാം. അപ്പോൾ നമ്മുടെ പപ്പായ വേകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 15 കാന്താരി മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് അരച്ചാലും മതി. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കഷ്ണം വെളുത്തുള്ളി അതിടാം. 1 നുള്ളി ജീരകം ഇട്ട് കൊടുക്കാം. 3 ചുവന്നുള്ളി കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ ചതച്ചിട്ട് വരാം. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി, അരയണ്ട. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഇത് കുറച്ച് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. നമ്മൾ അരപ്പ് കഴുകിയ ആ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്നും കൂടി മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ പപ്പായയുടെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് നന്നായിട്ട്. നമുക്കിതൊരു കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വയ്ക്കാം. ഇച്ചിരിയും കൂടെ വേകാനുണ്ട്. ഒരു 5 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.